ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചച്ഛൻ്റെ വീട്ടിൽ നമ്മുടെ ഉത്സവത്തിന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ ചെന്നപ്പോഴുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരികയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എഴുന്നള്ളത്തിൻ്റെ ആ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഒരു ഓടുവലത്തും കൂടിയുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ എഴുന്നള്ളത്ത് കഴിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ദേവീനെ അകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകും. അതോടുകൂടി നമ്മുടെ ദീപാരാധനയും കൂടി കഴിഞ്ഞ് ഇന്നത്തെ ആ ക്ഷേത്രാചാരങ്ങൾ അവസാനിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാം ഒരു 10 മണി 10:30 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടല്ലോ ഇപ്പോഴത്തെ ആ നിയമം അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ പ്രോഗ്രാം അവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പിന്നെ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഞാനൊന്ന് ചുറ്റിയൊക്കെ നടന്നു കേട്ടോ. അങ്ങനെ നടന്നപ്പോഴാട്ടോ ഈ ആനേനെ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആനയുടെ അടുക്കുന്ന ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിന്നൊന്നും ഫോട്ടോ എടുത്തില്ല, എന്നിട്ട് ആനയുടെ ഫോട്ടോയൊക്കെ ഞാൻ ഒന്ന് വീഡിയോയിലൊക്കെ ആക്കി കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു കൗതുകമാണ് കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് കേട്ടോ. ഞാൻ വേറെ അമ്പലങ്ങളിൽ ഇങ്ങനെ കാണണം ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ ദീപാരാധനയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെടിക്കെട്ടാണ് അടുത്തത് കേട്ടോ. വെടിക്കെട്ട് ഞങ്ങൾ കാണാൻ നിൽക്കുന്നില്ല. വെടിക്കെട്ടും കൂടി കഴിയുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെടിക്കെട്ട് കാണാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ആ ഒരു താമസമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഇനി ദേവിയുടെ രൂപം നമ്മുടെ ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയതിന് ശേഷമാണ് നമ്മുടെ ദീപാരാധന. ദീപമെല്ലാം ഒരുപാട് ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ദീപാരാധനയോടുകൂടി പിന്നെ ദീപാരാധനയും കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. തൊട്ടടുത്താണ്, അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് തന്നെ നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം കൂടി അവിടെ നിൽക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ട് അങ്ങനെ ദീപാരാധനയുടെ സമയമായി വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ള ദീപങ്ങളെല്ലാം തെളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദീപാരാധനയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 9:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നടന്ന് എത്താവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പഴയ തറവാടാണ് കേട്ടോ, ഞങ്ങളുടെ തറവാടാണ്. അപ്പോൾ അത് ഫുള്ളിങ്ങനെ തടിയാണ് കേട്ടോ. പക്ഷെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ഫ്ലോറൊക്കെ ടൈൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പിന്നെ
മാറ്റങ്ങളൊക്കെ വരുത്തി. പിന്നെ എക്സ്ട്രാ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സൗകര്യങ്ങൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയൊരു വീട് കൂടി വെക്കാനായിട്ട് ഫൗണ്ടേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ ഒരു 10-10:30 ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ.